ഈ കേരയിൽ UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം പിൻവലിക്കുന്നത് ഈ നിയമമായിരുന്നു. അതുപോലെ തന്നെ സാർ അധികാരത്തിൽ വന്ന ആദ്യമേ തന്നെ ഇതിൻ്റെ വിജ്ഞാപനം പിൻവലിച്ചു. ഇനി സമരപന്തൽ പൊളിക്കാനുള്ള പരിപാടികളാണ്. അതിൽ VD സാർ എത്താമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു ആഘോഷമാക്കി ഞങ്ങളിത് മാറ്റും. കേരള ജനത മുഴുവൻ ആഗ്രഹിച്ച ഒരു ദിവസം, ആദ്യത്തെ ദിവസം തന്നെ ക്യാബിനറ്റിൽ ചങ്ങനാശ്ശേരിക്കും മാടപ്പള്ളിക്കാർക്കും അനുകൂലമായ ഒരു തീരുമാനം. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞങ്ങൾ നടത്തിയ സഹന സമരത്തിനുള്ള പ്രതിഫലമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറെ വിവാദമായതാണ് കേരയിൽ പദ്ധതി. UDF സർക്കാർ അധികാരത്തിലേറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പദ്ധതി ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. അന്ന് സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ മുഴുവൻ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്ന് ഏറ്റവും വലിയ സമരമായിരുന്നു ജില്ലയിലെ മാടപ്പള്ളിയിലെ സമരപന്തൽ സമീപത്താണുള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ 6 വർഷക്കാലമായി ഞങ്ങൾ നടത്തിയ സഹന സമരത്തിനുള്ള പ്രതിഫലമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ സമരസമിതികളുടെ സമരത്തിൽ പങ്കെടുക്കുകയും മാടപ്പള്ളി സമരപന്തലിൽ 3 പ്രാവശ്യം വരികയും 500-ാം ദിവസത്തെ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്ന് 1000 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുമെന്നും കേസുകൾ പിൻവലിക്കുമെന്നും അദ്ദേഹം അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമരസമിതിയുടെ സംസ്ഥാനതല നേതാക്കന്മാർ അദ്ദേഹത്തെ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. സാധാരണ ഒരു മുഖ്യമന്ത്രി നോക്കാം പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇന്നത്തെ ക്യാബിനറ്റിൽ തന്നെ അത് വെക്കുകയും അദ്ദേഹം നേരത്തെ പറഞ്ഞ വാക്ക് പരിപൂർണമായി പാലിക്കുകയും ചെയ്തു. 2022 മാർച്ച് 17 നടന്ന ആ സമരത്തിൽ തന്നെ ഏകദേശം 200ഓളം ആൾക്കാർക്കെതിരെ കേസുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഹർത്താലിനോടനുബന്ധിച്ച് 100-ലധികം പേർക്ക് കേസെടുത്തു. നിരവധി കേസുകളാണ്. ഞങ്ങൾക്ക് വൈക്കം കോടതി മുതൽ വൈക്കം, ഏറ്റുമാനൂര്, കോട്ടയത്തെ എല്ലാ കോടതികളിലും ചങ്ങനാശ്ശേരി കോടതികളിലായിട്ട് ഏകദേശം 64 കേസുകളുണ്ടായിരുന്നു കോട്ടയം ജില്ലയിൽ തന്നെ. അത് പലതും ഞങ്ങൾ ഫൈൻ അടച്ച് ഒഴിവാക്കിയുണ്ടായി. ഏറ്റുമാനൂർ കോടതി ഈ കേസ് നിലനിൽക്കുന്നതല്ല അന്ന് തള്ളിക്കളഞ്ഞു. മറ്റു കോടതികളൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. ഇപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തതിൽ, മുഖ്യമന്ത്രി VD സതീശൻ എടുത്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഈ സമരപന്തൽ ഞങ്ങൾ ഈ ഉത്തരവ് പിൻവലിക്കുന്നതിന് ശേഷം വിക്ടറി ആഘോഷം നടത്തിയതിന് ശേഷം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ഈ പന്തൽ പൊളിക്കുന്നത്. നേരിട്ടെത്തും എന്നാണ് ഞങ്ങളോട് ഇന്നലെ പറഞ്ഞത്. നേരത്തെ തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എന്ന് വരാൻ പറ്റുന്നോ അന്ന് ഞങ്ങളിത് പൊളിക്കത്തുള്ളൂ. ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം കേരള ജനത മുഴുവൻ ആഗ്രഹിച്ച ഒരു ദിവസം, ചങ്ങനാശ്ശേരിയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും മാടപ്പള്ളി പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ആഗ്രഹിച്ച ഒരു ദിവസം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ ഓരോ പ്രദേശത്ത് പോകുമ്പോഴും ജനങ്ങൾ കരഞ്ഞും പ്രയാസപ്പെട്ടും നെഞ്ചി കൈമുക്കിയും പറയുമായിരുന്നു ഈ കേരയിൽ പദ്ധതി നമുക്ക് വേണ്ട എന്നുള്ളൊരു കാര്യം. ഞാൻ അന്ന് തന്നെ പലർക്കും വാക്ക് കൊടുത്തിരുന്നു, പ്രസംഗിച്ചു. ഓരോ മുക്കിനും മൂലയിലും ഞാൻ വാക്ക് കൊടുത്തു. ഞാൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അനന്തപുരിയിൽ, തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടപ്പോൾ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പറയുന്നത് കേരയിൽ പദ്ധതി വേണ്ട എന്നുള്ള കാര്യമായിരിക്കും. ആ വാക്ക് പാലിക്കുവാനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട VD സതീശൻ ചാർജ് എടുക്കുന്നതിൻ്റെ തലേദിവസം വൈകിട്ട് തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങൾ ഓർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം അത് വേണ്ട രീതി പരിഗണിക്കാമെന്നും എന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മുടെ സമരസമിതി നേതാക്കന്മാരെല്ലാം തന്നെ അദ്ദേഹത്തെ പോയി കണ്ടു. ആദ്യത്തെ ദിവസം തന്നെ ക്യാബിനറ്റിൽ ചങ്ങനാശ്ശേരിക്കും മാടപ്പള്ളിക്കാർക്കും അനുകൂലമായ ഒരു തീരുമാനം വന്നത് തന്നെ ചങ്ങനാശ്ശേരിക്ക് നല്ലൊരു അടയാളമായി തുടങ്ങിയിരിക്കുന്നു. കേരള ജനതയ്ക്കും ഏറ്റവും നല്ല സന്തോഷമുള്ള, മാടപ്പള്ളിക്കാർക്ക് സന്തോഷം കൊണ്ട് അങ്ങേയറ്റം. കാരണം ഒത്തിരി ദുഃഖയാതനകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ദിവസങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്ന് ഇവിടെ സമരം ചെയ്ത ധീര സമര നേതാക്കന്മാരുണ്ട്. അവരുടെയൊക്കെ ആ സമരത്തിന് പരിഹാരമായി ജനകീയ പ്രശ്നം എവിടെ സമരം ചെയ്താലും അതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ മാടപ്പള്ളിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരവും അതിൻ്റെ ശേഷം നടന്ന ഈ ക്യാബിനറ്റ് തീരുമാനവും. ആ കേസ് 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് പറഞ്ഞേക്കുന്നത്. 1, ഈ കേസ് പിൻവലിക്കുക. 2, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് ഓർഡർ കൊടുത്തുണ്ട് മഞ്ഞക്കുറ്റികൾ മാറ്റുക എന്നുള്ളതും, അതുപോലെ കേസുകൾ പിൻവലിക്കുവാൻ വേണ്ടിയുള്ള റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങൾ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ട മാടപ്പള്ളിക്കാർ. ആ 3 കാര്യങ്ങളും ഗവൺമെൻറ് നടപ്പിലാക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം
പിൻവലിക്കുന്നത് ഈ നിയമമായിരുന്നു. അതുപോലെ തന്നെ സാർ അധികാരത്തിൽ വന്ന ആദ്യമേ തന്നെ ഇതിൻ്റെ വിജ്ഞാപനം പിൻവലിച്ചു, ഉത്തരവിറക്കി. ഇനി സമരപ്പന്തൽ പൊളിക്കാനുള്ള പരിപാടികളാണ്. അതിൽ VDSS സാർ എത്താമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു ആഘോഷമാക്കി ഞങ്ങളിത് മാറ്റും. ഇന്ന് ഞങ്ങൾ പടക്കം പൊട്ടിക്കുകയും ലഡു വിതരണം ചെയ്തത് അത് ഞങ്ങളൊരു ചെറിയ ഇതാണ്, എന്നാൽ ഇത് വളരെ ഒരു ആഘോഷമാക്കി. എൻ്റെ സഹോദരനാണ് ആടിനെ കൊന്ന് ബിരിയാണി വെച്ചേക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളത് ചെയ്യും, വലിയ ആഘോഷമാക്കി മാറ്റും. അന്ന് താങ്കളെയും മകളെയുമാണ് പോലീസ് ഈ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. ആ ദൃശ്യങ്ങൾ ഇപ്പോഴും മലയാളി മറന്നിട്ടില്ല. ആ കേസുകളൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണ്? കേസുകളുണ്ട്. 26-ാം തീയതി ഞങ്ങൾക്ക് കേസുണ്ട്. എൻ്റെ ഒരു കേസ് JJ ആക്ട് പ്രകാരം കുഞ്ഞിനെ സമര സ്ഥലത്ത് കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ വീട്. ഈ വീടിൻ്റെ മുന്നിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ടും അത് സമര സ്ഥലത്ത് കുഞ്ഞിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് JJ ആക്ട് പ്രകാരമുള്ള 75 കേസാണ് എടുത്തിരുന്നത്. അത് ഇപ്പോൾ നല്ല നടപ്പിന് വിട്ടിരിക്കുകയാണ്. അന്ന് ആ കേസ് മാത്രമുള്ളതാണ് ജഡ്ജി എന്നോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഓരോ ദിവസം ഓരോ കേസുകൾ വരുന്നത്. 26-ാം തീയതി ഒരു കേസുണ്ട്. ഇത് പ്രാബല്യമല്ലാത്ത സ്ഥിതിക്ക് ആ കേസുകൾ കൂടെ പിൻവലിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അന്നത്തെ ആ സമരവും ആ കാര്യങ്ങളൊക്കെ മോൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അതേ സന്തോഷമുണ്ട്. VDSS സാറിന് 1000 അഭിവാദങ്ങൾ. കേരളയിൽ പിൻവലിച്ചത് സന്തോഷമുണ്ട്. അന്ന് സമരം ചെയ്തുകൊണ്ടിരുന്ന ഇവിടുത്തെ പാവപ്പെട്ടവരെയും ഇവിടുത്തെ തൊഴിലാളികളെയും അടക്കമുള്ളവരെ, സ്ത്രീകളടക്കമുള്ളവരെ അന്നത്തെ ചങ്ങനാശ്ശേരി DSP ആയിരുന്ന ശ്രീകുമാർ അതിക്രൂരമായാണ് മർദ്ദിച്ചത്. അതിക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹം അവഹേളിക്കുകയും ചെയ്തു, തെറി വിളിക്കുകയും ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ടൗണിൽ ചെന്നപ്പോൾ, ഞാൻ INTUC ജില്ലാ സെക്രട്ടറിയാണ്, ടൗണിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹവുമായി വാക്കുതർക്കമുണ്ടാകുകയും നിൻ്റെ കയ്യും കാലും തല്ലി ഓടിക്കുവിട, ഒരു പാർട്ടി ഗുണ്ടയെപ്പോലെ അദ്ദേഹം പെരുമാറി. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ ജയിലിലൊക്കെ കിടന്നിട്ടുള്ളതാണ്, അതിനൊന്നും പേടിപ്പിക്കാനൊന്നുമില്ല, സാർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ മോശമായ രീതിയിൽ പെരുമാറിയ ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീകുമാർ. അദ്ദേഹത്തിനെതിരെയും നടപടിയെടുക്കണം. പെൻഷൻ പോലുള്ള സംവിധാനം അദ്ദേഹത്തിന് റദ്ദാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. UDF അധികാരത്തിൽ വരുന്ന പക്ഷം സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കും എന്നുള്ള ഉറപ്പ് തന്നിട്ട് അദ്ദേഹം ആ വാക്ക് പാലിക്കുകയാണ് ചെയ്തത്. പദ്ധതിയുടെ അപാകത ആരെയും ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നമ്മൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ചർച്ച ചെയ്യുന്നത് എത്രത്തോളം അനാവശ്യമാണ് ഈ പദ്ധതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. പാരിസ്ഥിതികമായ തകർച്ച അതൊരു അപരിഹാര്യമായ തകർച്ചയായിരിക്കും ഉണ്ടാകാൻ പോവുക എന്നുള്ളത് കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി മാത്രമല്ല, പരിസ്ഥിതി വിദഗ്ധരായ മുഴുവൻ ആളുകളും എക്സ്പെർട്സ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് കേരളം അകപ്പെടാൻ പോകുന്ന കടക്കണി. അതിനേക്കാളേറെ ലക്ഷക്കണക്കിന് ആളുകളെ ഇറക്കാൻ പോകുന്ന ഒരു പദ്ധതിയും കൂടിയാണിതെന്നുള്ളത് വ്യക്തമായിരുന്നു. വസ്തുതകൾ നിരത്തി യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി അക്കമിട്ട് കാര്യങ്ങൾ കേരള സമൂഹം ഒന്നാകെ മുന്നോട്ട് വെച്ചതാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് മുൻ ഗവൺമെന്റ് തന്നെ ഈ ഒരു വാശി ഉപേക്ഷിച്ച് പദ്ധതി പിൻവലിക്കേണ്ടതായിരുന്നു. പക്ഷെ അതിനുള്ള ജനാധിപത്യ ബോധം അവർ കാണിച്ചില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നതുപോലും അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് 2022 മാർച്ച് 17 ഇവിടെ നടന്ന പോലീസ് അതിക്രമങ്ങൾ. ആയിരക്കണക്കിന് ജനങ്ങളാണ് അന്ന് ഇവിടെ കൂടിയത്. സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ആബാലവൃദ്ധം ജനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ വളരെ സമാധാനപരമായി മനുഷ്യമതിൽ തീർത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഈ സമര പന്തൽ കെട്ടിയിരിക്കുന്നത് റോസ്ലിൻ ഫിലിപ്പിന്റെ പുരയിടത്തിലാണ്. ഈ കയ്യാലയിൽ ഇരുന്ന റോസ്ലിൻ ഫിലിപ്പിനെയാണ് കുഞ്ഞിന്റെ മുന്നിലൂടെ വലിച്ചെഴച്ചോണ്ട് പോയത്. ഒരുപക്ഷെ അതൊരു ജനാധിപത്യ സാമൂഹ്യ ക്രമത്തിൽ നമുക്ക് അനുവദിക്കാൻ പാടില്ലാത്ത, അത് അങ്ങനെ ഒരു നിലപാടെടുത്ത് ശരിയായില്ല എന്ന് പോലും മുൻ മുഖ്യമന്ത്രി പറഞ്ഞില്ല. അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ജിജിയെ വലിച്ചഴിച്ചുകൊണ്ട് പോയത്, റോസ്ലിനെ വലിച്ചഴിച്ചുകൊണ്ട് പോയത് പുരുഷന്മാരായ പോലീസുകാരാണ്. പക്ഷെ അതിന്റെ പുറത്തും യാതൊരു അന്വേഷണവും നടന്നില്ല എന്ന് മാത്രമല്ല, ജിജിക്കെതിരെ കേസെടുത്തു. കുഞ്ഞിനെയും കൊണ്ട് സമരത്തിന് വന്നു എന്ന് പറഞ്ഞ് ജിജിക്കെതിരെ കേസെടുത്തു. ഒന്ന്, ജിജിയും കുഞ്ഞും ഇരുന്നത് ജിജിയുടെ കയ്യാലയിലാണ്. ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് സ്ത്രീകള് സമരരംഗത്തിറങ്ങുക, പൊതുരംഗത്തിറങ്ങുക എന്ന് പറയുന്നത് ആദ്യമായി നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ധാരാളം ശ്ലാഘിക്കുന്ന, എടുത്തു പറയുന്ന, പ്രശംസിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈക്കുഞ്ഞിനെയും കൊണ്ട് ജയിലിൽ പോയ കുട്ടിമാളു അമ്മ നമ്മൾ മാതൃകയായിട്ടാണ് എടുക്കുന്നത്. അത് മാതൃകയായിട്ട് എടുക്കണം. കുഞ്ഞിനെ പുറത്ത് ചാക്കില് കെട്ടി വെച്ച് കുതിരപ്പുറത്ത് കയറി യുദ്ധത്തിന് പോയാലാണ് ഝാൻസി റാണി ലക്ഷ്മിബായി. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അതിനെല്ലാം നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ജിജി ഒരു ജനാധിപത്യ ക്രമത്തിൽ ജിജി ചെയ്ത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ്.
പക്ഷേ കേരള സമൂഹം നമ്മളുടെ സമിതിയുടെ നിലപാടിനെയാണ് ഉയർത്തിപ്പിടിച്ചത് എന്നത് നമുക്ക് വളരെ വ്യക്തമായത്. എൻ്റെ പൊതുസമൂഹത്തിന്റെയും പിന്തുണ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രക്ഷോഭത്തിന് ഉണ്ടായിരുന്നു. ഇത് കുടിയിറക്കപ്പെടുന്ന ആളുകളുടെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ അന്നേ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. മുഴുവൻ കേരളത്തിന്റെ ഒരുപക്ഷെ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ബാധിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധിയായിട്ടാണ് നമ്മൾ ഈ കേരള പദ്ധതിയെ ചൂണ്ടിക്കാണിച്ചത് എന്ന് മാത്രമല്ല, ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്, ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാൻ പോകുന്ന പദ്ധതിയാണിത്. തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള സമയമാണ്.